ഹായ് ഗൈസ്, ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരു ഔട്ടിങ് പ്ലാൻ ചെയ്തതാണ്. കടമ്പ്രയാറിന് സമീപമുള്ള ലയൺസ് ക്ലബിൻ്റെ ഒരു പാർക്കിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അവിടെ മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 75 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. അവിടെ ചെന്ന് നിറയെ റൈഡുകൾ എന്ന് പറയുന്നത് വലിയ റൈഡുകളൊന്നുമല്ല, ചെറിയ ചെറിയ റൈഡുകളും അതുപോലെ തന്നെ ഊഞ്ഞാൽ, പിന്നെ അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ളത് തിങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആംബിയൻസ് എന്ന് പറഞ്ഞാൽ മീൻസ് നല്ല മനോഹരമായ സ്ഥലമാണ്. അപ്പുറയൊക്കെ വയലുകളൊക്കെ നല്ല പച്ചപ്പോട് കൂടി നിൽക്കുന്നു. ആ പച്ചപ്പ് മാറ്റുരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ പച്ച കാർപ്പറ്റ് അവിടെ ഇട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പച്ചപ്പും നല്ലൊരു അട്രാക്റ്റീവായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ റൈഡുകൾ, അതിൽ വലിയ ആൾക്കാരും കയറി ഇരുന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ചെറിയ ബാസ്ക്കറ്റ് ബോൾ, അത് ഉന്നം നോക്കി പരീക്ഷിക്കാനുള്ളത്, അതിലെല്ലാം ഉണ്ട് സാധനങ്ങൾ. പിന്നെ കുറേ സ്റ്റാച്യൂസ്, ആന, ജിറാഫ്, അങ്ങനെയുള്ള സ്റ്റാച്യൂകളെല്ലാം ഉണ്ട്. എല്ലാവരും നല്ല ഹാപ്പിയാണ്, നമ്മളാണെങ്കിലും വളരെ ഹാപ്പിയാണ്. ആ ഈവനിങ് ടൈം ആയതുകൊണ്ട് ആ വയൽക്കാറ്റിങ്ങനെ അടിക്കുമ്പോൾ നല്ല സുഖമാണ്, നമുക്കൊരു നല്ല കുളിർമ കിട്ടും. മരങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കളറടിച്ച് വെച്ച്, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആ റൈഡുകളുടെയൊക്കെ കമ്പികളുടെ കളറുകൾ മരങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ കമ്പി ഏതാ മരം ഏതാണെന്ന് മനസ്സിലാക്കാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കിട്ടും. പിന്നെ സ്റ്റോറുണ്ട്, അവിടെ നിന്ന് മിനറൽ വാട്ടറിൽ മേടിക്കാം. ഐസ്ക്രീംസ്, ചോക്കോബാർ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കിട്ടും. അപ്പോൾ വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ മതി. അവിടെ എല്ലാം വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്, നമുക്കതെല്ലാം എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ കുഞ്ഞു കുട്ടികളും വലിയ ആൾക്കാരും എല്ലാം ഒരുപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. വളരെ മനോഹരമായ കാഴ്ചകളാണ്. ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷമായി. ഇപ്പോൾ തൊട്ടടുത്ത് ഇത്രയും സൗകര്യത്തോടുകൂടി ഒരു പാർക്കുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. എന്തായാലും ഞങ്ങളെല്ലാവരും പാർക്കിൽ പോയി എൻജോയ് ചെയ്തു. എൻ്റെ കൂടെയുള്ളവരൊക്കെ ഇരുന്ന് ഊഞ്ഞാലാടുന്നത് കണ്ടോ, എത്ര മനോഹരമായ കാഴ്ചയാണെന്ന് നോക്കി. ഞാനൊക്കെ ഊഞ്ഞാലാടിയായിരുന്നു. പപ്പയും മോളും ഒക്കെ ആണെങ്കിലും അതിൻ്റെ മുകളിലൂടെ കയറി റൈഡിൽ കൂടെ ഊന്നിറങ്ങാനുള്ള പോക്കാണത്. എന്തായാലും എല്ലാവരും ഹാപ്പിയാണ്. ഈ ഹാപ്പിനെസ്സൊക്കെ അങ്ങനെ ആയിട്ട് സമയം പോയത് ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വരുന്ന കുട്ടികളും കുഞ്ഞു കുട്ടികളൊന്നും വേണ്ട, വലിയ ആൾക്കാരെല്ലാം ഒരുപോലെ അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, നല്ല അഡ്വഞ്ചറസ് ആയിട്ടുള്ള തീമാണ്. എല്ലാവരും കയറൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത്, അതിൽ കൂടെ പപ്പ ഒക്കെ ഇങ്ങനെ പതുക്കെ വരുന്നത് കണ്ടു. അത് കാണുമ്പോൾ അനയമോൾക്കും നല്ല ആകാംക്ഷയൊക്കെ ഉണ്ട്. അപ്പോൾ പപ്പ തല മുട്ടാതിരിക്കാൻ കമ്പിയൊക്കെ കുനിഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത്. നല്ല എൻജോയ്മെൻറ്റാണ്. എനിക്കും കയറണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റില്ലായിരുന്നു. ചുമ്മാ വൈകുന്നേരമായപ്പോൾ വേണ്ടല്ലോ എന്ന് വിചാരിച്ച് വെച്ചു. അത് കണ്ട് പപ്പ ചെയ്യുന്നത് കണ്ട് അനയെ എക്സൈറ്റഡ് ആയിട്ട് അനയും അതിലൂടെ നടന്നു വരുന്നുണ്ട്. അവൾ ഇച്ചിരി ബുദ്ധിമുട്ടി അവിടെ കൂടെ നടക്കാനായിട്ട്, പക്ഷേ എന്നാലും സക്സസ്സായി, സെറ്റായിട്ടുണ്ട്. ഒരു അഡ്വഞ്ചറിൽ നിന്ന് ഇറങ്ങിയില്ല. അതിന് മുമ്പ് അനയ്ക്ക് ധൃതിയായിരുന്നു അടുത്ത അഡ്വഞ്ചറിലേക്ക് ഓടാനായിട്ട്. കണ്ടില്ല, കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ എക്സസൈസ്